മക്കളെ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പോ മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസും ആയിട്ടാണ്. നിങ്ങൾ അറിഞ്ഞോ മക്കളെ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലടാ, നമുക്ക് ഇന്ന് കിട്ടിയ പുതിയ ന്യൂസ് ആണ്. എന്താന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എല്ലാരും നല്ല ഹാപ്പി ആയിരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ. എന്താന്ന് അറിയോ? ഓക്കെ, നമുക്ക് നോക്കാല്ലേ. കണ്ടോ നിങ്ങൾ, നമ്മളെ പുതിയ ന്യൂസ് ആണ്. തിരുവനന്തപുരം സ്കൂൾ തുറക്കുന്ന വിഷമത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്തോഷ വാർത്ത. എന്താണ് ആ വാർത്ത എന്ന് അറിയോ മക്കളെ? നിങ്ങൾക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ടുള്ളത്. എന്താണത്? ജൂൺ 2-നാണ് സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത് അല്ലെ? സ്കൂൾ തുറന്ന ശേഷമുള്ള 2 ആഴ്ച പാഠപുസ്തകം തുറക്കേണ്ട. അതെ, സ്കൂൾ തുറന്നിട്ടുള്ള 2 ആഴ്ച എന്താവശ്യമില്ല? പുസ്തകം തുറന്നു പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇത് കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലെ? എന്തുകൊണ്ടാ മക്കളെ അങ്ങനെ പറയുന്നത്? നോക്കാം നമുക്ക്. അതായത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പാഠങ്ങളായിരിക്കും പകർന്നു നൽകുക. അതായത് നമ്മുടെ സ്കൂൾ ജൂൺ 2-ാം തീയതി തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എന്തായിരിക്കും? ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരുപാട് മോട്ടിവേഷനും നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് സ്കിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാണ് അല്ലെ? നോക്കിയാട്ടെ, ആദ്യത്തെ 2 ആഴ്ച ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളുമായി പോവാനാണ് സർക്കാരിന്റെ തീരുമാനം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കിയേ. ലഹരി ഉപയോഗം, ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പുള്ള വാഹന ഉപയോഗം, അക്രമവാസന തടയൽ, അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയയിലെ പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണ്ടോ, എന്ത് നല്ല ടോപ്പിക്കുകളാണ്. നമ്മുടെ കുട്ടികളിലേക്ക് ഇന്ന് എത്തേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളുമായിട്ടാണ് ഗവൺമെന്റ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെ? നമുക്ക് സ്വാഗതം ചെയ്യാം മക്കളെ. നമുക്ക് വളരെയധികം സന്തോഷപൂർവം സ്വാഗതം ചെയ്യാം കേരള സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിന് അല്ലെ? ആരോഗ്യ സംരക്ഷണം, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, പൊതുമുതൽ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് തടയിടൽ, അമിതമായ ദേഷ്യവും അക്രമവാസനയും തടയൽ, നിയമബോധവൽക്കരണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കേട്ടോ മക്കളെ? അപ്പോ എന്താണ്? എന്തൊരു നല്ല നല്ല സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ ഗവൺമെന്റ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എല്ലാ പിന്തുണയും കൊടുക്കണം മക്കളെ. റാൻസിന്റെ എല്ലാ പിന്തുണയും ഈ ഒരു കാര്യത്തിന് ഞങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ പിന്തുണയും സന്തോഷത്തോടു കൂടി തന്നെ. കണ്ടോ നിങ്ങൾ, ഡിജിറ്റൽ മീഡിയ അമിതമായ സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ നിരവധി വൈകാരിക പ്രശ്നങ്ങൾ നേരിടുന്ന വിലയിരുത്തലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. ആർക്കൊക്കെയാണ്, ഏതൊക്കെ ക്ലാസ്സിനാണ് മക്കളെ ക്ലാസ് കിട്ടുന്നത്? 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷയങ്ങളിൽ ബോധവൽക്കരണം നൽകുന്നതായിരിക്കും. ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് പൊതുമാർഗരേഖ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അപ്പൊ മക്കളെ, എന്തുകൊണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണല്ലോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് പുസ്തകം തുറക്കേണ്ടതില്ല. മക്കളെ നോക്കൂ, എന്ത് നല്ല മെസ്സേജുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം, ഇന്ന് AI-യുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ A+ലേക്കുള്ള ഒരു യാത്രയിൽ, മുഴുവൻ പഠിച്ചെടുക്കണം എന്നുള്ള ഒരു യാത്രയിൽ, എല്ലാം മനഃപ്പാഠമാക്കുന്ന ഒരു പഠന യാത്രയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ, നമ്മളിലെ വ്യക്തി എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, മുതിർന്നവരെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പോലും നമ്മളിൽ ഇന്നുള്ള പലർക്കും ബോധ്യമില്ല അല്ലെ? നമ്മളിങ്ങനെ ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മുടെ കരിക്കുലം ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ മാറ്റേണ്ടത് ആരാണ്? നമ്മളിൽ എങ്ങനെയാണ് മക്കളെ മാറ്റം ഉണ്ടാവുന്നത്? നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നാണ്, നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റിൽ നിന്നാണ് അല്ലെ? അതായത് നമ്മുടെ വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അതിനേക്കാളൊക്കെ ഏറെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ സ്കൂളിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വ രൂപീകരണം നടക്കേണ്ടത് അല്ലെ?
അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു ഒരു 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ വെള്ളം ഉണ്ടാവും എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ വെള്ളം മറ്റുള്ളവന് കൊടുക്കാനുള്ളതാണ് എന്ന് നമ്മൾ പഠിക്കുന്നില്ല അല്ലേ? നമ്മള് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മറ്റുള്ളവന്റെ രക്തം ചിന്തരുത് എന്നുള്ള മെസ്സേജ് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ വ്യക്തികളിലെ വികാസം സംഭവിക്കേണ്ടത് ഏറ്റവും അധികം കഴിയുന്നത് എവിടുന്നായിരിക്കും? നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ്. ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് എവിടെയാണ്? നമ്മളെ സ്കൂളിൽ തന്നെയാണ് അല്ലെ? അപ്പോ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ കരിക്കുലത്തിൽ നിന്ന് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ കുത്തിക്കേറ്റുന്ന എ+കളുടെ നോട്ട്സുകൾ മാത്രമല്ല, അതിനപ്പുറം നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ എന്തെല്ലാം ആർജിക്കണം, വ്യക്തിത്വ വികാസം എന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരണം എന്നതിനുള്ള ക്ലാസ് നമുക്ക് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുക. ആലോചിച്ച് നോക്കിയേ നിങ്ങളെ, എന്ത് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. നമ്മൾ ഒരു വർഷത്തിൽ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ്? നമ്മളെ വ്യക്തിത്വ വികസനത്തിനുള്ള പരിശീലനം നമുക്ക് ലഭിച്ചുകൊണ്ടാണ്. അപ്പൊ എത്രത്തോളം നല്ല ഒരു മോട്ടീവുമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഈ വർഷം നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് അല്ലടാ? അപ്പൊ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം. ഇനി ഈ വർഷം തുടങ്ങുമ്പോൾ ഫസ്റ്റ് 2 ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? പുസ്തകം തുറന്നുകൊണ്ട് തന്മാത്രകളെ കുറിച്ചും അതായത് സോഷ്യൽ സയൻസിലെ കോൺസെപ്റ്റുകളെ കുറിച്ചും സയൻസിലെയും മാത്സിലെയും കോൺസെപ്റ്റുകളെ കുറിച്ചും ഇങ്ങനെ ഇരുന്ന് ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ പഠിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് 2 ആഴ്ച, ആദ്യ 2 ആഴ്ച മക്കളെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? വളരെ രസകരമായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകർ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല മാനുഷികമായിട്ടുള്ള മാനുഷിക വ്യക്തിത്വം ലക്ഷ്യം വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ എല്ലാവരും അയ്യോ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഫസ്റ്റ് 2 ആഴ്ചയുടെ ക്ലാസ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നോക്കു മക്കളെ, നമ്മളൊക്കെ മിസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്നും പലപ്പോഴും നമ്മൾ ഈ കാണാണ്ട് പഠിക്കുന്ന ഈ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് നമ്മുടെ ചെറിയവരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, നമ്മളെ മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, നമ്മളെ അധ്യാപകരെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ എല്ലാവരും മറന്നു പോകുന്നുണ്ട് അല്ലടാ? ഈ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു കഴിഞ്ഞൊരു അക്കാഡമിക് ഇയർ കഴിയുന്നതിന് മുമ്പ് എത്രമാത്രം വേദനാജനകമായിട്ടുള്ള, നമുക്കൊന്നും മനസ്സാക്ഷിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എത്ര ന്യൂസുകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയത്. നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾക്കൊക്കെ കിട്ടേണ്ട ഒരുപാട് പാഠങ്ങൾ എവിടെ നിന്നോ കിട്ടിയിട്ടില്ല എന്ന് വേണ്ടേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോ ഈ ഒരു ഇയറിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ നേടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വർഷത്തിന് തുടക്കം കുറിക്കാം മക്കളെ. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സ്കൂൾ തുറക്കുന്ന ആദ്യ 2 ആഴ്ച ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് അടിച്ചു പൊളിച്ച് തന്നെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കും മക്കളെ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല കുട്ടികളായി വരുന്ന ഒരു തലമുറയിലെ നല്ല വാഗ്ദാനങ്ങളായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള സർക്കാരിന് ഈ ഒരു തീരുമാനത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് റാൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്.